ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മൊത്തം പണി കിട്ടും എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇതിവിടെ നമ്മളെ ഒരു ഫൗണ്ടേഷൻ, അതായത് കരിങ്കൽ പണി എടുക്കുമ്പോൾ അവിടെ ഒരു തെങ്ങിൻ്റെ കുറ്റി ഉണ്ടായിരുന്നു. ആ തെങ്ങിൻ്റെ കുറ്റി എടുക്കാതെ, അല്ലെങ്കിൽ അവിടെ തെങ്ങിൻ്റെ കുറ്റി എടുത്ത് മുഴുവൻ എടുക്കാണ്ട് അങ്ങനെ പടുത്തു പോയതിന് ശേഷം സംഭവിച്ചതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഏകദേശം ഒരു 6 മീറ്ററിൻ്റെ നീളത്തിൽ ഏകദേശം ഇവിടെ പടവ് ഇങ്ങനെ താണ് പോയിട്ടുണ്ട്. പിന്നെ ആ പടവൊക്കെ പൊളിച്ചു പണിക്കാൻ നല്ലത്, നമുക്കിവിടെ എക്സ്ട്രാ ബീം കൊടുത്തിക്കണേ. അപ്പോൾ ഇതുവരെ കരിങ്കൽ പണിയൊക്കെ എടുക്കുമ്പോൾ ഫൗണ്ടേഷൻ കയറുമ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥയ്ക്ക് അവരുടെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. കാര്യങ്ങൾ അറിയണ കാര്യം പറഞ്ഞു കൊടുക്കുക, അറിയണ കാര്യം പറഞ്ഞില്ല ഇതുപോലെ പണി കിട്ടും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ പണിയെടുക്കുമ്പോൾ അടിയത്തെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും എടുത്തില്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും. ഇപ്പോൾ ഇതാ ഇവിടെയൊക്കെ കരിങ്കൽ പടുത്തിട്ട് അടിപൊളിയായിട്ട് ഇറക്കണം, നമ്മൾ ബെൽറ്റൊക്കെ വാർത്തിട്ട് വെട്ടുപോലൊക്കെ പറിച്ചിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ തെങ്ങിൻ്റെ വേരുണ്ടായിരുന്നു. ആ തെങ്ങിൻ്റെ വേര് ഉണങ്ങി പൂതലായി പോയപ്പോൾ അവിടെ താണുപോയി. അപ്പോൾ അവിടെ ഏകദേശം 5-6 റുപ്യൻ്റെ എക്സ്ട്രാ ചിലവ് വന്നു. അപ്പോൾ അതൊരു ബീം വാർക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കമ്പി മെറ്റീരിയൽസ് കോസ്റ്റ് എല്ലാം ലേബർ ചാർജ് മൊത്തം നോക്കുമ്പോൾ അത്രയും ചാർജ് വന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ പണി കിട്ടും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.